കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സുപ്പീരിയർ അച്ഛ, സെബാസ്റ്റ്യൻ അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛനെ നോക്കി എല്ലാവരും ഒന്ന് നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ചൂടുണ്ടെങ്കിൽ അത് മാറട്ടെ ഒന്ന് ചിരിച്ചിട്ട് ഹല്ലേലൂയ. എല്ലാവരും ഈശോയെ നോക്കി നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛന് വളരെ സന്തോഷം തോന്നുകയാണ്. വീണ്ടും മാവിലയിൽ ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുന്ന കുറച്ച് പേര് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണോന്നറിയില്ല, നിൽക്കുന്നുണ്ട്. മുൻപിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കിയാൽ 1-2 സീറ്റുകളൊക്കെ അവിടെ ഒക്കെ ഉണ്ട്. നിങ്ങൾക്കകത്തേക്ക് കയറി വരാവുന്ന. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച ഒരു അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ആളുകൾ വ്യാഴാഴ്ച കുറവാണല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ഈ പറയില്ലേ ചങ്കി കുത്തുന്ന വർത്തമാനം. അപ്പോ സത്യം പറയണമല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ചൂടൊക്കെ അല്ലേ അച്ഛൻ, മഴ പെയ്യട്ടെ ആളുകൾ വരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അച്ഛനൊരു കാര്യം മനസ്സിലായി, ഒരാഴ്ച 2 ആൾ ഇവിടെ കുറഞ്ഞാൽ ആളുകൾ അറിയുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഒരു ദിവസമായിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വരുന്ന ഞായറാഴ്ചയാണ് പെന്തക്കോസ്ത തിരുനാൾ. ഇന്നത്തെ ആദ്യത്തെ പ്രഭാഷണത്തിൽ സെബാസ്റ്റ്യൻ അച്ഛൻ നമ്മളോട് പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ഫലമായി എന്തൊക്കെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. 1, ഭയം വിട്ടുമാറും. 2, സാക്ഷികളായി തീരും. ഭാഷാവരമുണ്ടാകും, വരങ്ങൾ ലഭിക്കും, പിന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, പിന്നെ മനോഭാവത്തിന് മാറ്റം വരും, പിന്നെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഹല്ലേലൂയ. മനോഭാവത്തിന് മാറ്റം വന്നിട്ട്, സ്വാർത്ഥതയുടെ മനോഭാവത്തിന് മാറ്റം വന്ന് കൂട്ടായ്മയുടെ മനോഭാവം ഉണ്ടാകും. ഭയം മാറി ധൈര്യം ലഭിക്കും. ഈശോയെ കുറിച്ച് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വാക്കുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഈശോയെ കുറിച്ച് പറയുമ്പോൾ മാത്രം വാക്ക് കിട്ടാത്ത, ഭാഷ അറിഞ്ഞുകൂടാ, അന്നേരത്തെ ഭാഷ അറിഞ്ഞുകൂടാത്ത ആളുകൾ. അപ്പോൾ ആ ഭാഷ, ഈശോയെ കുറിച്ച് പറയുന്നതിനുള്ള ഭാഷ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഇല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ, കുട്ടികളോട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മാത്രം അവർക്ക്, അല്ലെങ്കിൽ വീട്ടിൽ കൊന്ത ചൊല്ലുമ്പോൾ മാത്രം പിള്ളേർക്ക് എന്തില്ല, സ്വരമില്ല. വേറെ അപ്പനോട് അമ്മനോടൊക്കെ തല്ലു പിടിക്കുമ്പോ എന്തൊരു സ്വരമാണ് അല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പനോടും അമ്മയോടൊക്കെ തല്ലു പിടിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ കേൾക്കാം. കൊന്ത ചെല്ലുമ്പോ ഇവന്റെ വായിൽ നാവുണ്ടോന്ന് കോലിട്ട് നോക്ക്. അത് പരിശുദ്ധാത്മാ അഭിഷേകം ഇല്ലാത്തതിന്റെ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്ന് ഒരു വാർത്ത വായിച്ചു. വളരെ കുറച്ച് വാർത്തകൾ വായിക്കാറുള്ളൂ. ഇന്ന് ഏച്ചൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മകൻ, അവന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു.
വിവാഹം നടക്കേണ്ടതിൻ്റെ അന്ന് തലേ ദിവസം രാത്രിയിൽ പെണ്ണിന്റെ വീട്ടിലും എന്തുണ്ടാകും? അത്താഴോട്ടുണ്ടാവും. ചെറുക്കന്റെ വീട്ടിലും അത്താഴോട്ടുണ്ടാവും. അപ്പൊ ചെറുക്കന്റെ വീട്ടിലെ അത്താഴൂട്ടിലൊക്കെ അവിടെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അവസാനം ചെറുക്കന്റെ വീട്ടിലെ അത്താഴൂട്ടൊക്കെ കഴിഞ്ഞ് അവൻ കിടക്കാൻ ചെന്നപ്പോ പിറ്റേ ദിവസം കല്യാണം കഴിക്കാനുള്ള പെണ്ണ് വിളിച്ചു. അവളുടെ വീട്ടിലുള്ള കല്യാണത്തിന് എന്നാൽ മഞ്ഞൾ കല്യാണം, അങ്ങനെ എന്ന് പറയും, മഞ്ഞക്കല്യാണം, ഹൽദി. അപ്പോ ആ കല്യാണം അവിടെ തലേ ദിവസത്തെ അത്താഴൂട്ടിന്റെ പേരാണ്. അപ്പോൾ അതിന് ഇവൻ ചെന്നില്ല. ഇവന്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് വേണ്ട അവിടെ ചെല്ലാൻ. ഇവൻ അവിടെ ചെന്നില്ല എന്ന് പറഞ്ഞ് അവള് പരിഭവം പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി. അവൾ പറഞ്ഞു, ഇനി നാളെ കല്യാണത്തിന് എന്നെ നോക്കണ്ടെന്ന് വരെ പറഞ്ഞു. അങ്ങനെ അല്ലേ പറയുമ്പോ ഡയലോഗ് ഇത്തിരി കൂട്ടി പറഞ്ഞതാണ്. അവൻ അത് മനസ്സിന് താങ്ങാൻ സാധിച്ചില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? പിറ്റേ ദിവസം കല്യാണത്തിന് അവനില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന് ബലമില്ലാത്തത്? ഒന്ന്, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോകുന്നതും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോകുന്നതും എന്തുകൊണ്ടാണ്? ഏച്ചൂരെന്ന് പറയുമ്പോ ഇവിടെ അടുത്ത സ്ഥലമല്ലേ? അവിടുന്ന് എത്രയോ പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്? അറിവില്ലാത്തത് കൊണ്ടാണോ? അല്ല, ശക്തിയില്ലാത്തത് കൊണ്ടാണ്. ഈ മകൻ പട്ടാളക്കാരനാണ്. ഞാൻ നാളെ കല്യാണത്തിന് എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പട്ടാളക്കാരനായ മകന്റെ മനസ്സ് ദുർബലമായി. ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ? അല്ല, അവന് PSC പരീക്ഷ എഴുതി നാട്ടിൽ പോലീസിൽ ചേർന്ന ഒരു പയ്യനാണ്. അപ്പൊ PSC പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ എന്തോരം ബുദ്ധി വേണം അല്ലേ? അതില്ലാത്തോണ്ടാണല്ലോ നമുക്ക് കിട്ടാത്തത്. ഹല്ലേലൂയ. അപ്പോൾ നല്ല ബുദ്ധിയുണ്ട്, നല്ല കായികക്ഷമതയുണ്ട്, പക്ഷേ മനസ്സിന് ബലമില്ലാതെയായി പോയി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ലോകത്തിൽ വലുതെന്ന് കരുതുന്ന കാര്യങ്ങളാണ്. എന്ത്? ബുദ്ധി. പരീക്ഷ എഴുതുമ്പോ നല്ല മാർക്ക് കിട്ടണം, അറിവ് ഈ ലോകത്തിൽ വലുതെന്ന് കരുതുന്ന കാര്യമാണ്. അത് എഴുതി പാസ്സായി, ഇന്റർവ്യൂ പാസ്സായി, ജോലി കിട്ടി പോലീസിൽ. അത് കഴിഞ്ഞിട്ട് അവൻ നിർത്തിയില്ല. അവന്റെ ആഗ്രഹം ബോർഡർ സെക്യൂരിറ്റി പട്ടാളത്തിൽ ചേരണമെന്നായിരുന്നു. ഇവിടെ ജോലി ഉണ്ടെങ്കിൽ അവൻ അതും എഴുതി, അതും കിട്ടി, അവിടെയും ജോലി മേടിച്ചു. അപ്പോ ബുദ്ധിക്കും കുറവില്ല, ശരീരത്തിന്റെ ബലത്തിനും കുറവില്ല. ഈ ഭൂമിയിൽ വലുതെന്ന് കരുതുന്നതൊക്കെ ഉണ്ട്. ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. അതാണ് പരിശുദ്ധാത്മാ അഭിഷേകം. അച്ഛൻ ഈ പരിശുദ്ധ ദാസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ അച്ഛന് ഒരു വളരെ ആകസ്മികമായി അച്ഛൻ വായിക്കാൻ ഇടവന്ന ഒരു വാർത്ത അച്ഛൻ നിങ്ങളോട് പങ്കുവെച്ചു എന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കാൻ ബുദ്ധി മാത്രം പോരാ, ആരോഗ്യം മാത്രം പോരാ, സമ്പത്ത് മാത്രം പോരാ. ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കണമെങ്കിൽ, ഇതെല്ലാം ഉണ്ടായിട്ടും നിനക്ക് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, 20-ാം നൂറ്റാണ്ടിനെ പരിശുദ്ധാത്മാവിന്റെ നൂറ്റാണ്ട് എന്ന് വിളിച്ചുകൊണ്ടാണ് 1901 ജനുവരി മാസം 1-ാം തീയതി ലിയോ 13 മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തത്. 20-ാം നൂറ്റാണ്ടിനെ പരിശുദ്ധാത്മാവിന്റെ ദ സെഞ്ചുറി ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നൂറ്റാണ്ടിലാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ശക്തമായ മുന്നേറ്റങ്ങൾക്ക് തിരുസഭ സാക്ഷ്യം വഹിച്ചത്. 1902-ലും 1906-ലും പിന്നെ 1960-ലും 60-കളിലുമൊക്കെ ഉണ്ടായ ആ കരിസ്മാറ്റിക് മുന്നേറ്റത്തിന് തിരുസഭ സാക്ഷ്യം വഹിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്.
20-ാം നൂറ്റാണ്ടിനെ പരിശുദ്ധാത്മാവിന്റെ നൂറ്റാണ്ട് എന്ന് വിളിക്കാൻ പരിശുദ്ധ പിതാവിനെ പ്രേരിപ്പിച്ച ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. പരിശുദ്ധ പിതാവിന് പ്രേരണ നൽകിയ കന്യാസ്ത്രീയുടെ പേര് വിശുദ്ധ എലേന ഗൗറ എന്ന് പറയുന്ന ഒരു വിശുദ്ധയാണ്. കഴിഞ്ഞ വർഷമല്ല, 2024 ഒക്ടോബർ മാസത്തിലാണ് അവരെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. അവർ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ട് 2 വർഷം ആകാൻ പോകുന്നേയുള്ളൂ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇറ്റലിയിൽ ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധയാണ്. അവരുടെ ജന്മനാട്ടിൽ, ലൂക്ക എന്ന് പറയുന്ന ജന്മനാട്ടില് അവരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് നാളത്തെ കഴിഞ്ഞാണ്. മെയ് മാസം 23-ാം തീയതിയാണ്. തിരുസഭ ഔദ്യോഗികമായവരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഏപ്രിൽ 11-ാം തീയതിയാണെങ്കിലും അവരുടെ ജന്മനാട്ടിൽ തിരുനാൾ ആഘോഷിക്കുന്നത് മറ്റന്നാളാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ അപ്പോസ്റ്റൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അപ്പോസ്റ്റൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിന്റെ അപ്പോസ്തല എന്ന് തിരുസഭ വിളിക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ എലേന ഗൗറ. പരിശുദ്ധ ജപമാലയുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? അല്ല, പരിശുദ്ധ ജപമാലയുടെ അപ്പോസ്തലൻ എന്ന് ജോൺ പോൾ II മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിളിച്ചത് 1980. അത് വിശുദ്ധ ബർത്തലോ ലോങ്കോയാണ്. കഴിഞ്ഞ വർഷം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ബർത്തലോ ലോങ്കോ നമ്മുടെ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിന്റെ സ്ഥാപകനായിട്ടുള്ള വിശുദ്ധനാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അപ്പോസ്തല എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? വിശുദ്ധ എലേന ഗൗറയാണ്. ഇവർ പഠിപ്പിച്ച ഒരു 3 കാര്യങ്ങൾ പറഞ്ഞ് അച്ഛൻ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഒന്നാമതായി ഇവര് പറഞ്ഞു, പെന്തക്കോസ്ത തിരുനാൾ അവസാനിച്ചിട്ടില്ല. പെന്തക്കോസ്ത തിരുനാൾ എന്ന് പറയുന്നത് അന്ന് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം 50-ാം നാൾ സംഭവിച്ച ഏതോ ഒരു ചരിത്രത്തിലെ മുഹൂർത്തമാണ് എന്ന് പറയരുത്. അവൾ പറയുകയാണ്, പെന്തക്കോസ്ത തിരുനാൾ അവസാനിച്ചിട്ടില്ല. അത് ഇന്നും എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനിക്കാത്ത തീരാത്ത തിരുനാളാണ് പെന്തക്കോസ്ത തിരുനാളെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. നമുക്കറിയാം പെന്തക്കോസ്ത തിരുനാളിൽ എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ കൂടിയിരുന്ന സ്ഥലത്ത് കൊടുങ്കാറ്റ് വീശുന്നത് പോലെയുള്ളൊരു ശബ്ദം, ഒരനുഭവം. പരിശുദ്ധാത്മാവ് അവരുടെ ഓരോരുത്തരുടെയും മേൽ തീനാവുകളായി. തീയുടെ രൂപം എന്താണ്? പരിശുദ്ധാത്മാവ് വന്ന തീക്കൊരു രൂപമുണ്ട്. എന്താണ് ആ രൂപം? നാവായിട്ടാണ് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, നാവ് എന്തിനുള്ളതാണ്? വചനം പ്രഘോഷിക്കാനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്. എന്നിട്ട് എലേന ഗൗര പറയുകയാണ്, അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ ശക്തിയോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഇന്നത്തെ വിശ്വാസികൾക്കും അവകാശമുണ്ട്. ആ 12 പേർക്ക് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള അവകാശം നമുക്കെല്ലാവർക്കും അവർ സ്വീകരിച്ചതുപോലെ തന്നെ ശക്തിയോടുകൂടെ അഭിഷേകം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എലേന ഗൗറ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായി അവർ പറഞ്ഞു, സെഹിയോൻ ഊട്ടിശാലയിലേക്ക് ഒരു മടക്കയാത്ര നടത്തണം. റിട്ടേൺ ടു ദാറ്റ് അപ്പർ റൂം. എവിടെ വെച്ചാണ് ശിഷ്യന്മാർ അഭിഷേകം പ്രാപിച്ചത്? സെഹിയോൻ മാളികയിൽ വെച്ചാണ്. ആ സെഹിയോൻ മാളികയിൽ വേറൊരു സംഭവം നടന്നത് എന്താണ്?
ഈശോ തന്റെ അന്ത്യത്താഴം വിളമ്പിയത് എവിടെയാണ്? സെഹിയോൻ മാളികയിലെ അപ്പർ റൂമിലാണ്. സിഗിയോൻ മാളികയിലാണ്, ആ മുകളിലത്തെ നിലയിലാണ് ഈശോയുടെ അന്ത്യത്താഴം നടന്ന അതേ സ്ഥലത്തിരുന്ന് ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. എലേന ഗൗറ പറയുകയാണ്, ആ അപ്പർ റൂമിലേക്ക് നമുക്കൊരു മടക്കയാത്ര. പ്രിയപ്പെട്ടവരെ, അതിന് ജെറൂസലേം വരെ പോകണ്ട. ഈശോയുടെ അന്ത്യത്താഴം നടക്കുന്ന, നിരന്തരം നടക്കുന്ന അൾത്താരയാകുന്ന ഈ അപ്പർ റൂമിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടായതുപോലെ ഒരു പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നതിനുള്ള അവകാശം നമുക്കുമുണ്ടെന്നേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് അവൾ എഴുതുകയാണ്, സഭ മുഴുവൻ പ്രാർത്ഥനയ്ക്കായി ഒരുമിക്കണം. സഭ മുഴുവൻ പ്രാർത്ഥനയ്ക്കായി ഒരുമിക്കണം. ലോകത്തിന്റെ മാറ്റത്തിനും സഭയുടെ നവീകരണത്തിനും ഒരേ ഒരു വഴി പരിശുദ്ധാത്മാവിലേക്ക് തിരികെ പോവുക എന്നതാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എന്താണ് വേണ്ടത്? മാറ്റം വേണം, അല്ലേ? സഭാസനത്തിന് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ സ്ഥിരമായിട്ടിരിക്കണം, ഒരു മാറ്റം. ഹല്ലേലൂയ. നമുക്ക് മാറ്റമുണ്ടാകണമല്ലേ? സർക്കാരിന് ഭരണകൂടങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതുപോലെ സർക്കാരിന്റെ നിയമങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതുകൊണ്ടാണ് ഇന്നത്തെ പത്രത്തിലാണെന്തോ അല്ലേ, മഞ്ഞക്കുറ്റിക്ക് മാറ്റമുണ്ടായി എന്ന്. അപ്പോൾ മാറ്റമുണ്ടാവുകയാണ്. ആർക്ക്? അവിടെ ഈ സർക്കാരിന് മാറ്റം ഉണ്ടായി. നമുക്ക് വല്ല മാറ്റം ഉണ്ടായോ? സഭയ്ക്ക് മാറ്റമുണ്ട. നമ്മൾ മറ്റുള്ളവരുടെ മാറ്റത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. നമ്മുടെ കുടുംബത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനാ ചൈതന്യം 10 കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാണ്, കുറഞ്ഞതല്ലാതെ കൂടിയിട്ടില്ല. നമ്മുടെ ദൈവാനുഭവത്തിൽ, നമ്മുടെ ജീവിത രീതിക്ക്, നമ്മുടെ മനോഭാവങ്ങൾക്ക്, കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ഒരേ ഒരു വഴി പരിശുദ്ധാത്മാവിലേക്ക് തിരികെ പോവുക എന്ന വഴിയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. മൂന്നാമതായി വിശുദ്ധ എലേന ഗൗറ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഒരു പ്രവർത്തിക്കുന്ന സ്നേഹമാണ്. ലവ് ഇൻ ആക്ഷൻ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പള്ളിയിൽ ഇരുന്ന് സ്തുതിക്കുക മാത്രം ചെയ്യുന്ന ആത്മാവല്ല. പള്ളിയുടെ പുറത്തിറങ്ങുമ്പോൾ നന്മ ചെയ്യുന്ന, കരുണ കാണിക്കുന്ന, വാത്സല്യത്തോടുകൂടെ ഇടപെടാൻ കഴിയുന്ന, എളിമയിൽ ജീവിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന, ലവ് ഇൻ ആക്ഷൻ, സ്നേഹം പ്രവൃത്തിയായി മാറുന്ന ചൈതന്യമാണ് പരിശുദ്ധാത്മ ചൈതന്യമെന്ന് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അല്ലാതെ പള്ളിയിലിരുന്ന് നമ്മൾ ഭയങ്കര തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുകയും പള്ളിയുടെ പുറത്തിറങ്ങുമ്പോൾ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയും ചെയ്യുന്ന, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ നീ പുറകിലിരുന്ന് ചിരിച്ചില്ലേ, അതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്നെ സൈഡിലേക്ക് മാറ്റിയിരുത്തിയില്ലേ, മാറിയിക്കടി എന്ന് പറഞ്ഞില്ലേ, ഞാനൊന്ന് സ്തുതിക്കട്ടെ, നീ ഒന്ന് മാറിയിക്കെന്ന് പറഞ്ഞില്ലേ, അതിന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. അത് ഏത് ആത്മാവാണ്? അച്ഛൻ ആരുടെയും മുഖത്ത് നോക്കാതിരിക്കാൻ വേണ്ടിയാണ് റബ്ബറിന്റെ മുകളിലേക്ക് നോക്കുന്നത്. നിങ്ങൾ വിചാരിക്കും റബ്ബറിന്റെ മുകളിൽ എന്തുണ്ടായിട്ടാണെന്ന്. നിങ്ങളുടെ മുഖത്ത് നോക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് ലവ്. പരിശുദ്ധാത്മാവ് നമ്മെ ഇവിടെ വന്ന് ഈ പള്ളിയിലിരുന്ന്, ഈ സെഹിയോൻ മാളികയിൽ, ഈ അപ്പർ റൂമിലിരുന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോ ഈ പള്ളിയുടെ പുറത്ത് നമ്മൾ സ്നേഹത്തിന്റെ പ്രവൃത്തിയായി മാറുമെന്ന് ഉച്ചത്തിൽ വിളിച്ച ഈശോയേ.
ദൈവത്തിന്റെ സ്നേഹരൂപമാണ് പരിശുദ്ധാത്മാവ്. മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ അഗ്നി ആളിക്കത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ പരസ്നേഹത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും അഗ്നി ആളിക്കത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു തീയിലേക്ക് ഒരു കറുത്ത ഇരുമ്പ് കഷണം, കറുത്ത് കരിക്കട്ട പോലെ നമുക്ക് തൊടാൻ തന്നെ തോന്നാത്ത ഒരു ഇരുമ്പ് കഷണം എടുത്ത് തീയിലേക്ക് ഇടുക. കുറച്ചു നേരം കഴിയുമ്പോ ആ ഇരുമ്പ് കഷണത്തിന് എന്ത് സംഭവിക്കും? ആ ഇരുമ്പ് കഷണം ആ തീക്കനലിലേക്കാണ് നമ്മൾ എറിഞ്ഞിട്ടത്. ഇത് കറുത്ത് കരിക്കട്ട പോലെ ആയിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ഇരുമ്പ് കഷണത്തിന് ചൂട് പിടിച്ചു. അത് ചൂട് പിടിച്ച് ഇപ്പോൾ തീക്കനലേതാണ്, ഇരുമ്പ് കഷണം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ ഇരുമ്പ് കഷണം തീക്കനൽ പോലെ ആയിത്തീർന്ന ഒരു അത്ഭുതം നമ്മൾ കാണുകയാണ്. തീക്കട്ടയിലേക്ക് മാറുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ കറുത്തിരിക്കുന്ന ഇരുമ്പ് കഷണം പോലെയാണ്. പക്ഷേ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിജ്വാല നമ്മെ വിഴുങ്ങിക്കളയുമ്പോൾ നമ്മളും അഗ്നിജ്വാല പോലെ, തീക്കനല് പോലെ ആയിത്തീരുന്ന ഒരു ഡെയിഫിക്കേഷൻ നമ്മളിൽ സംഭവിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇപ്പോൾ ഇരുമ്പ് കട്ട എന്തായി? തീക്കനലായി. പാപമുള്ള മനുഷ്യാത്മാവ് എന്തായി? പരിശുദ്ധമായ ആത്മാവിനെ പോലെ ജ്വലിക്കുന്ന ഒരാളായി മാറി. ഇതിനെയാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കറുത്ത കരിക്കട്ട പോലെ ഇരിക്കുന്ന ഇരുമ്പ് കഷണം കത്തി ജ്വലിക്കുന്ന ഒരു സ്വർണനാളങ്ങൾ പുറത്തു വരുന്ന പോലത്തെ ഒരു അഗ്നിയായി, തീക്കട്ടയായി മാറുകയാണ്. രൂപാന്തരീകരണമാണ്. രൂപാന്തരീകരണം സമാനമായ ഒരു ഉദാഹരണമാണ് സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഉദാഹരണമാണ് ഒരു തടിക്കഷണം, പച്ചയായ ഒരു തടിക്കഷണം. ഈ തടിക്കഷണം മഴയൊക്കെ കൊണ്ട്, മഴ വരുമെന്ന് വിചാരിച്ചതല്ല, ഉണങ്ങാനായിട്ട് വെയിലത്തിട്ടതാണ്. പക്ഷെ മഴ വന്നു, ഈ വെള്ളം മുഴുവനും, മഴ മുഴുവനും കൊണ്ടു അങ്ങനെ ചീർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ തടിക്കഷ്ണം എങ്ങനെ ഇരിക്കുകയാണ്? നല്ല ചീർത്ത്, നല്ല കുട്ടപ്പനായി. നമ്മൾ പറയില്ലേ, ആപ്പിള് കുട്ടപ്പനെ പോലെ ഇരിക്കുകയാണ്. തക്കുടുമുണ്ടനായിട്ടിരിക്കുകയാണ്. ആര്? തടിക്കഷ്ണം. ഈ തടിക്കഷ്ണം ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ തടിക്കഷ്ണം ഈ ലോകത്തിന്റെ വെള്ളം മുഴുവനും കുടിച്ച് സുഖലോലുപതയിൽ കഴിഞ്ഞ് നല്ല മിടുക്കനായിട്ടിരിക്കുന്ന തടിക്കഷ്ണം നമ്മൾ പരിശുദ്ധാത്മാവാകുന്ന ആ അഭിഷേക തീയിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? തീ പിടിക്കും. ആദ്യം തന്നെ അതിൽ നിന്ന് നമ്മൾ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കും, ഇല്ലേ? അല്ലെ, പള്ളി പോകാത്ത പിള്ളേരെ പള്ളിയിലേക്ക് വലിച്ചുകൊണ്ട് വരുമ്പോ എന്ത് കേൾക്കും? പൊട്ടലും ചീറ്റലും. അവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അവര് ഇങ്ങോട്ട് ചരിയും, അങ്ങോട്ട് ചരിയും, വെള്ളം കുടിക്കാൻ പോവും, കഞ്ഞി കുടിക്കാൻ പോവും. പൊട്ടലും ചീറ്റലുമാണ്. അല്ലെങ്കിൽ എന്തിനാണ് അമ്മ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ ഇരിക്കാൻ വേണ്ടിയാണ് എടുത്തോണ്ട് പോകുന്നത്. സിനിമക്ക് പോവാന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന്. അപ്പോൾ പൊട്ടലും ചീറ്റലുമാണ്. ഈ പൊട്ടലും ചീറ്റലും ചില തടിക്കഷ്ണങ്ങൾ അടുപ്പിൽ വെക്കുമ്പോൾ പൊട്ടലും ചീറ്റലും മാത്രമല്ല, ചില ദുർഗന്ധങ്ങളും ഉണ്ടാവും, ഇല്ലേ? പ്രാർത്ഥന എത്തിക്കാത്ത പിള്ളേരെ നിർബന്ധിച്ച് പ്രാർത്ഥന എത്തിക്കാൻ വേണ്ടി പുറകെ കൊണ്ട് നിർത്തുമ്പോൾ എന്തുണ്ടാവും? പൊട്ടലും ചീറ്റലും ദുർഗന്ധം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പക്ഷേ ശ്രദ്ധിക്കുക, കുറച്ചു നേരം കഴിയുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന്, ഈ വിറക് തടിയുടെ ഉള്ളിൽ നിന്ന് പതുക്കെ വെള്ളമൊക്കെ പോയി പതുക്കെ അതിന്റെ രൂപഭംഗി നഷ്ടപ്പെടും. അത് പതുക്കെ അതിന്റെ നിറം മാറും. പച്ചയായിരുന്നത് കറുത്തു തുടങ്ങും. കറക്റ്റ്
ഇല്ലേ? അടുത്ത് വല്ലയിടത്തും കണ്ടിട്ടുണ്ടാവും. ചേച്ചനോടല്ല, കൊച്ചിനോടെ ചോദിച്ചോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിറക് കറുത്ത് കറുത്ത് അതിലെ വെള്ളം മുഴുവൻ വറ്റിക്കഴിയുമ്പോ പിന്നെ ഈ വെള്ളം മുഴുവൻ, ശ്രദ്ധിക്കണം, ഈ മരത്തടിയിലെ വെള്ളം എന്ന് പറയുന്നത് ഈ ലോകത്തോടുള്ള ആകർഷണങ്ങളാണ്. അമ്മ ത്രേസ്യ പറയുന്നത് പോലെ അറ്റാച്ച്മെന്റ്സ് ആണ്. ലൗകിക മോഹങ്ങളോടുള്ള അമിതമായ താല്പര്യങ്ങൾ ഇതിൽ നിന്ന്, ഈ വ്യക്തിയിൽ നിന്ന് പതുക്കെ 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 ഇല്ലാതെയായി ശരിക്കും തീ പിടിക്കാൻ പറ്റുന്ന ഒരു വിറകുകൊള്ളിയായി മാറുകയും ഒടുവിൽ ഈ വിറക് തീയായി മാറുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചൂടുപിടിച്ച് ഒരു നാളിൽ നമ്മൾ ഏത് അഗ്നിയാണോ നമ്മെ ചൂടുപിടിപ്പിക്കുന്നത്, ശ്രദ്ധിക്കണേ, ഏത് അഗ്നിയാണോ നമ്മെ ചൂടുപിടിപ്പിക്കുന്നത് അതേ അഗ്നി പോലെ തന്നെ, അതേ തീയായി, അതേ പിടിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ രണ്ട് തീനാളങ്ങൾ ഒരുമിച്ച് ഒരു തീനാളമായി മാറുന്ന അഭിഷേകത്തെയാണ് പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു വാക്ക് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു വാക്ക്, ഇങ്ങനെ രണ്ട് തീനാളങ്ങൾ ഒരുപോലെ തീനാളമായി, അങ്ങനെ ഒരുമിച്ചൊരു തീനാളമായി മാറുന്ന അവസ്ഥയെയാണ് അമ്മ ത്രേസ്യ സ്പിരിച്വൽ മാരേജ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ആത്മീയ വിവാഹം എന്ന് പറയുന്ന ഒരു തലമുണ്ട് ആത്മീയ ജീവിതത്തിൽ. അമ്മ ത്രേസ്യയാണ് സഭയെ അത് ആദ്യമായി മനോഹരമായി പഠിപ്പിച്ചത്. ആത്മീയ ജീവിതത്തിന്റെ കൾമിനേഷൻ എന്ന് പറയുന്നത്, ആത്മീയ ജീവിതത്തിന്റെ ഒരു പൂർണ്ണതയുടെ തലമാണ് സ്പിരിച്വൽ മാരേജിന്റെ തലം എന്ന് പറഞ്ഞാൽ ആത്മീയ വിവാഹത്തിന്റെ തലം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളെ ഒടുവിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഈ ആത്മീയ വിവാഹത്തിലാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്താണ് ആത്മീയ വിവാഹം എന്ന് പറഞ്ഞാൽ? മനുഷ്യാത്മാവ് ദൈവാത്മാവിൽ ഒരു മണവാളൻ മണവാട്ടിയിൽ എന്നതുപോലെ ലയിച്ചു ചേർന്ന് ഇനി രണ്ടല്ല ഒന്നായിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയെയാണ് ആത്മീയ വിവാഹം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ നമ്മൾ എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് ഏത് തലത്തിലേക്കാണ്? ആത്മീയ വിവാഹം എന്ന ആത്മീയ ജീവിതത്തിന്റെ ഒരു തലത്തെ ലക്ഷ്യം വെച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തലത്തെ പറയുന്ന മറ്റൊരു പേരാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, ദൈവവുമായി ഐക്യപ്പെടുക എന്ന് പറയുന്ന തലം. ഹല്ലേലൂയ. ദൈവവും നമ്മൾ എങ്ങോട്ടുള്ള യാത്രയിലാണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനുള്ള യാത്രയിലാണ്. ആ ദൈവിക ജീവനിൽ ലയിച്ചു ചേരുന്ന മുഹൂർത്തത്തെയാണ് പ്രിയപ്പെട്ടവരെ സ്പിരിച്വൽ മാരേജ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ മണവാട്ടിമാരാണ്. ഈശോ ആരാണ്? മണവാളനാണ്. മണവാട്ടിയായ നമ്മളിൽ മണവാളന് ചേരാത്ത പലതും ഉണ്ട്. മണവാട്ടിയായ നമ്മളിൽ മണവാളന് ചേരാത്ത പലതും ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അഗ്നി എന്ത് ചെയ്യും? മണവാളന് ചേരാത്തതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് കത്തി ജ്വലിപ്പിച്ച് കളയും, എരിയിച്ച് കളയും. ഇല്ലേ? റേഡിയേഷൻ കേട്ടിട്ടില്ലേ? എന്താണ് റേഡിയേഷൻ? നമ്മുടെ ശരീരത്തിൽ രോഗാതുരമായ ചില കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ അവിടെ നിൽക്കുന്നത് അപകടകരമാണ്. ക്യാൻസർ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രോഗാതുരമായ കോശങ്ങളെ കരിയിച്ച് കളയുന്ന ഇതിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യും, റേഡിയേഷൻ നടത്തും, കരിയിച്ച് കളയും.
എന്ത് കരയിപ്പിച്ച് കളയുന്നല്ല. ആ ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു അഗ്നി അഭിഷേകം മൂലം നമ്മളിൽ നിന്ന് പാപത്തിന്റെ ചില കോശങ്ങൾ, രോഗാതുരമായ കോശങ്ങൾ, രോഗം പടർത്തുന്ന ചില കോശങ്ങൾ, ക്യാൻസറസ് സെൽസ് പോലെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് അതെടുത്തു മാറ്റും പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപമായത്, തിന്മയായത് എടുത്തു മാറ്റിയാൽ മാത്രം പോരാ, പിന്നെ എന്തു വേണം? നന്മയായത് അണിയിക്കണം. അല്ലെ, കല്യാണത്തിന് പെണ്ണിനെ ഒരുക്കുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ കുഴപ്പം. ആദ്യം തന്നെ ബ്യൂട്ടി പാർലറിൽ പോകും. അതിനു മുമ്പ് ഒന്ന് കുളിച്ചാക്കണേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഈ മേക്കപ്പ് ഇടാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കുളിക്കണം. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മണവാട്ടിയെ ഒരുക്കുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടമായിരിക്കും പറയുന്നത്, മോളെ 3 മണിക്ക് എന്നെ എഴുന്നേറ്റ് കുളിച്ചോട്ടോ എന്ന് പറഞ്ഞാൽ അഴുക്ക് മാറ്റുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ തലം. രണ്ടാമത്തെ തലമാണ് അണിയിച്ചൊരുക്കുക എന്ന് പറയുന്ന തലം. ഈ അണിയിച്ചൊരുക്കുന്നതിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും എന്ന് പറയുന്നത്. അണിയിച്ചൊരുക്കുകയാണ് മണവാട്ടിയെ. ഞാനാകുന്ന മണവാട്ടിയിൽ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടി അവിടുന്ന് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ കൊണ്ട് എന്നെ അണിയിച്ചൊരുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ? സ്നേഹം, സമാധാനം, സൗമ്യത, ആനന്ദം, ആത്മസംയമനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ലാളിത്യം, വിധേയത്വം, വിശുദ്ധി. 12 ഫലങ്ങൾ കൊണ്ട് എന്റെ ആത്മാവിനെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്, അണിയിച്ചൊരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മേക്കപ്പ് ഇട്ടാലും, ബാഹ്യമായി നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും അതൊന്നും, അത് അടുത്ത കുളി കുളിക്കുമ്പോ പോകും. അല്ലെങ്കിൽ അച്ഛൻ ഒരു പ്രാവശ്യം മേക്കപ്പ് ഇട്ടു, ഇവിടെയല്ല, ശാലോമിൽ റെക്കോർഡിങ്ങിന് പോയപ്പോ അവര് മേക്കപ്പ് ഇട്ടു. മേക്കപ്പ് ഇട്ട് 2 ദിവസം മേക്കപ്പ് ഒക്കെ ഇട്ട് ഇവിടെ തിരിച്ചു വന്ന് 3-ാം ദിവസം കണ്ണിൽ കുരു. ഓർക്കുന്നില്ലേ നിങ്ങള്? ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ ചോദിച്ചു, അച്ഛൻ മേക്കപ്പ് ഇട്ടു. അതായത് ഇവിടെ ഇങ്ങനെ ഈ പൗഡറൊക്കെ പോയിട്ട് അത് ഇവിടെയുള്ള സുഷിരങ്ങൾ അടഞ്ഞുപോയി ചൂട് വന്നു കഴിഞ്ഞപ്പോ ഈ വേർപ്പ് കണങ്ങൾ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അത് വലിയ ഗുരുവായിട്ട് മാറി. നല്ല ഭംഗിയായി മുഖം. ബാഹ്യമായ മേക്കപ്പുകളെ കുറിച്ചല്ല, നിന്റെ ആന്തരികമായ, നിനക്ക് എത്ര ബാഹ്യമായി നീ എങ്ങനെയുമായിക്കൊള്ളട്ടെ, നിന്റെ ആന്തരിക സൗന്ദര്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, മദർ തെരേസയുടെ മുഖം കാണുമ്പോൾ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നത് അത് എന്തുകൊണ്ടാണ്? ല്ലേ, മദർ തെരേസയുടെ മുഖം എങ്ങനെയാണ്? ഒരു വിണ്ടുകീറിയ പാടം പോലെ വരണ്ടുണങ്ങി കിടക്കുന്ന ഒരു മുഖമാണ്. പക്ഷേ ആ മുഖം കാണുമ്പോ നമുക്ക് ചേർത്ത് പിടിച്ച് കവളത്തൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. കാരണം ആ മുഖത്തിന്റെ ബാഹ്യമായ സൗന്ദര്യമല്ല, അവളുടെ മുഖത്തുള്ളത് ആന്തരികമായ സൗന്ദര്യത്തിന്റെ ഭംഗിയാണ്. ഹല്ലേലൂയ. ഫ്രാൻസിസ് അസീസിയുടെ മുഖം കാണുമ്പോ നമുക്ക് തൊട്ടുമുത്താൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ മുഖത്തുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുടെ ആ സൗന്ദര്യമാണ് അതിന്റെ ഉള്ളിലുള്ളത്. പരിശുദ്ധാത്മാവിന്റെ സൗന്ദര്യം നിനക്കുള്ളിലുണ്ടെങ്കിൽ ഈ ബാഹ്യമായ ഒരു സൗന്ദര്യവും നിനക്കാവശ്യമില്ല. ഹല്ലേലൂയ. കാരണം ബാഹ്യമായ സൗന്ദര്യം അത് ഓരോ ദിവസവും, ബാഹ്യമായ മോടികൾ ഓരോ ദിവസവും ചൊല്ലും തോറും എന്ത് സംഭവിക്കും?
കുറഞ്ഞു കുറഞ്ഞു വരും. എന്ത് സംഭവിക്കും? നിങ്ങളുടെ അനുഭവം കൊണ്ട് പറ, എന്ത് സംഭവിക്കും? നിങ്ങളെ കുറിച്ച് തന്നെ പറ, എന്ത് സംഭവിക്കും? അല്ലെ? അടുത്തിരിക്കുന്നവരൊന്ന് നോക്കിയേ. ഓരോ ദിവസം ചെല്ലും തോറും സൗന്ദര്യത്തിന് എന്ത് സംഭവിക്കും? മോളെ, ഇപ്പോൾ സൗന്ദര്യത്തിന് എന്ത് സംഭവിക്കും? കുറഞ്ഞ് കുറഞ്ഞ് വരും. ചേച്ചി പേടിക്കണ്ട, ചേച്ചിയുടെ മാത്രമല്ല എല്ലാവരുടെയും കുറയും. ആശ്വാസമായില്ലേ? എന്റെ മാത്രമല്ലല്ലോ. പക്ഷേ ആന്തരിക സൗന്ദര്യത്തിന് എന്ത് സംഭവിക്കും? അത് കൂടിക്കൂടി വരും. നിനക്ക് കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് വേണോ, കൂടിക്കൂടി വരുന്നത് വേണോ? അതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലിയോ 13 മാർപ്പാപ്പ 1901 ചാക്രിക ലേഖനം എഴുതിയപ്പോൾ പാപ്പ പറഞ്ഞു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ തിരുസഭ പഠിക്കണമെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിന് സ്നേഹത്തിന്റെ സൗന്ദര്യമുണ്ടാകണം, നമ്മുടെ ആത്മാവിന് സമാധാനത്തിന്റെ സൗന്ദര്യമുണ്ടാകണം, നമ്മുടെ ആത്മാവിന് സൗമ്യതയുടെ സൗന്ദര്യമുണ്ടാകണം, നമ്മുടെ ആത്മാവിന് സ്വർഗീയമായ ആനന്ദത്തിന്റെ സൗന്ദര്യമുണ്ടാകണം, നമ്മുടെ ആത്മാവിന് ദൈവീകമായ ആത്മനിയന്ത്രണത്തിന്റെ സൗന്ദര്യമുണ്ടാകണം. എന്താണ് ആത്മനിയന്ത്രണത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്? വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇന്നലെ ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കൊച്ചുങ്ങളോട്, 1 വയസ്സായിട്ടുള്ള കൊച്ചിനോട് പോലും കൊച്ചു കരയുമ്പോ ദേഷ്യം വരുന്നു. പിന്നെ കൊച്ചിനെ പിടിച്ചിടിക്കാനൊന്നും പറ്റില്ലല്ലോ, 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പരമാവധി അടുത്ത് ചെന്നിട്ട് ആ തൊട്ടിലിൽ ഒരു പിച്ച് വെച്ച് കൊടുക്കും. തൊട്ടിലിൽ ദേഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മൊബൈൽ ഫോൺ കാണുന്നത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്താണ് സംസാരിക്കേണ്ടതെന്ന്? ആത്മനിയന്ത്രണത്തിന്റെ സൗന്ദര്യമില്ലാത്ത മനുഷ്യൻ, ക്ഷമയുടെ സൗന്ദര്യമില്ല, നന്മയുടെ ദയയുടെ ഒക്കെ സൗന്ദര്യം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചേ മതിയാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഒരു ദീപനാളമാണ്. എന്താണ് പരിശുദ്ധാത്മാവ് ദീപനാളമാണ് എന്ന് പറയുന്നത്? ഒരു ഇരുൾ അടഞ്ഞ ഒരു മുറിയിലേക്ക് നമ്മൾ ഒരു കത്തിച്ച ഒരു വിളക്കുമായി ചെല്ലുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ മുറിയിലുള്ള ഇരുട്ടിന് എന്ത് സംഭവിക്കും? ആ ഇരുട്ട് ഓടി ഒളിക്കുകയാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവാകുന്ന ആ ദീപനാളം ഇരുളടഞ്ഞ ഇരുട്ടുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഇരുട്ട് മാറുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമ്മുടെ ഹൃദയത്തിൽ എന്തിന്റെയെങ്കിലും ഇരുട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒരു ഇരുട്ടിന്റെ പേര് പറഞ്ഞ് ഏഞ്ചല് പറഞ്ഞു, മൈക്കിൽ കൂടെ പറയാം. നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു ഇരുട്ട്, അവിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇരുട്ടാണ്, അല്ലേ? അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഇരുട്ടാണ്. പരദൂഷണം എന്ന് പറയുന്നത് എന്താണ്? കലഹം എന്ന് പറയുന്നത് എന്താണ്? കോപം എന്ന് പറയുന്നത് എന്താണ്? അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്? സ്വരം കുറക്കണ്ട, കൂട്ടിക്കും. സ്വാർത്ഥത എന്ന് പറയുന്നത് എന്താണ്? പൊങ്ങച്ചം എന്ന് പറയുന്നത് എന്താണ്? ഇനി ലിസ്റ്റ് പറയണോ? വ്യഭിചാരം എന്ന് പറയുന്നത് എന്താണ്? മോഷണം എന്ന് പറയുന്നത് എന്താണ്? നുണ പറയുന്നത് എന്താണ്? ഇരുട്ടാണ്. എടാ, നുണ പറയുന്നത് എന്താണ്? ഇരുട്ട്.
അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ഇരുട്ടുണ്ട്. അലസത എന്താണ്? ഇരുട്ടാണ്. വചനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് പോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇരുട്ടുള്ളത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഇരുട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ, അബദ്ധധാരണകളുടെ, അല്ലെങ്കിൽ അസൂയയുടെ ഒക്കെ ഇരുട്ടുണ്ട് ഉണ്ട്. അതുപോലെ അധികാരമോഹം എന്ന് പറയുന്നത് എന്താണ്? ഇരുട്ടാണ്. ഈ ഇരുട്ട് എങ്ങനെ മാറും? അതാണ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത്. വിശുദ്ധൻ പറയുകയാണ്, നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാ പ്രകാശം കടന്നു വരുമ്പോൾ ഈ ഇരുട്ട് മാറുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രകാശം കടന്നു വരുമ്പോൾ ഈ നിരാശയുടെ ഇരുട്ട് മാറുകയാണ്, അവിശ്വാസത്തിന്റെ ഇരുട്ട് മാറുകയാണ്, കുറ്റബോധത്തിന്റെ ഇരുട്ട് മാറുകയാണ്. അമ്മ ത്രേസ്യയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ആ പ്രകാശം കടന്നു ചെന്നപ്പോൾ അമ്മ ത്രേസ്യ തീരുമാനമെടുക്കുകയാണ്, ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാഭിഷേകം നമ്മെ ദൈവീക ജീവനിൽ മുക്കിയെടുക്കുന്ന ഒരഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിൻ പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് പറഞ്ഞത് അതൊരു തൈലാഭിഷേകം പോലെയാണെന്നാണ്. എന്താണ് തൈലാഭിഷേകം? തൈലാഭിഷേകം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിശുദ്ധ അഗസ്തീനോസ് ഉദ്ദേശിച്ചത്. ഒന്ന്, നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടെന്ന് വിചാരിക്കുക. എന്താണ് മുറിവ്? ഈ മുറിവിൽ തൈലം പുരട്ടുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു, എണ്ണ ഒഴിക്കുന്ന. നമ്മൾ നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. നല്ല സമരിയാക്കാരൻ തന്റെ ബാഗ് തുറന്നിട്ട് അതിൽ നിന്ന് എണ്ണ എടുത്തിട്ട് എന്ത് ചെയ്തു? ആ മുറിവേറ്റവന്റെ മുറിവുകളിലേക്ക് തേച്ചു. എന്താണ് റിസൾട്ട്? അവന്റെ മുറിവുണങ്ങി. നമുക്കിന്ന് മുറിവുണ്ടോ? ഉണ്ടോ? ആത്മാവില് മുറിവുണ്ടോ? മനസ്സിന് മുറിവുണ്ടോ? ഉണ്ടോ ചേച്ചി? ഉണ്ടോ? ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ലേ? ഭാര്യ പറഞ്ഞ വാക്കുകളെ കുറിച്ച് മുറിവ്, ഭർത്താവ് പറഞ്ഞ ഭർത്താവിന്റെ ജീവിതം മുറിവാണ്, ഭാര്യയുടെ പ്രവൃത്തി മുറിവാണ്, മക്കളുടെ തോന്യാസം മുറിവാണ്, മാതാപിതാക്കളുടെ സ്നേഹക്കുറവ് മുറിവാണ്, അത് സഹോദരങ്ങളുടെ സ്വത്ത് വിഭജനത്തിന്റെ സമയം മുതലുള്ള പ്രവൃത്തികള്, തട്ടിയെടുക്കലുകള്, വെട്ടിപ്പിടിക്കലുകള് മുറിവാണ്. അങ്ങനെ പലതും മുറിവാണ്. അയൽക്കാരുടെ പ്രവൃത്തികൾ മുറിവാണ്. ഇനി പള്ളിയിൽ ചെന്ന് ഇത്തിരി ആശ്വാസം കിട്ടാന്ന് വിചാരിച്ചപ്പോ അച്ഛന്റെ വാക്കുകൾ മുറിവാണ്. അങ്ങനെ പലതും മുറിവാണ്. ഈ മുറിവിൽ നിനക്കാര് അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ നിന്റെ ആത്മാവിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ചില മുറിവുകളുണ്ട്. ഒരു കുഞ്ഞിനെ, 8 വയസ്സുള്ള കുഞ്ഞാണ്, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ഹൈപ്പറാണ്, ദേഷ്യമാണ്. കൊച്ചിനെ പുറത്തിരുത്തിയിട്ട് അമ്മ പറഞ്ഞു, അച്ഛാ, ഈ കുഞ്ഞ് ഉണ്ടായപ്പോ ഞങ്ങൾ ആദ്യം ഈ കുഞ്ഞിനെ കളയണമെന്ന് വിചാരിച്ചതാണ്. അതായത് കുഞ്ഞിനെ വെറുത്തു, കുഞ്ഞ് ശല്യമാണെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് മരുന്ന് കഴിച്ചതാണ്. എന്നിട്ട് ഇത് പോയി എന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് പോയില്ല. എന്നിട്ട് എന്തിയെ? പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്താ കുഴപ്പം? കൊച്ച് എന്തു പറഞ്ഞാലും അനുസരിക്കില്ല, ശ്രദ്ധിക്കില്ല. ഒരു കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായുള്ള ഉണ്ടാകുന്ന ചില വാത്സല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. അപ്പോൾ ആ കുഞ്ഞിന്റെ മുറിവ് എവിടെ വെച്ച് തുടങ്ങിയതാണ്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തുടങ്ങിയ മുറിവുകളാണ്. ഉള്ളിൽ പലതരത്തിൽ മുറിവുകൾ ഉണ്ടാകാം. ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ചതിന് ശേഷം, വളർച്ചയുടെ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള ഈ മുറിവുകളിലേക്ക്, പ്രിയപ്പെട്ടവരെ, അച്ഛന്റെ ചോദ്യം ഇതാണ്: നീ മരണം വരെ ഈ മുറിവുമായി നടക്കണമെന്ന് നിന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ?
ഇല്ല, നീ സുഖം പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് കർത്താവ് നിനക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ വാതിലുകൾ തുറന്നു തരുന്നത്. നിന്റെ ആന്തരികമായ മുറിവുകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ എണ്ണ ഒഴുകണം. ഹല്ലേലൂയ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന എണ്ണയുടെ മറ്റൊരു ഉപയോഗം നമ്മൾ കണ്ടിട്ടുണ്ട്. കായികാഭ്യാസികൾ, അത്ലറ്റിക്സ്, അല്ലെങ്കിൽ ഈ ഗുസ്തിയൊക്കെ പിടിക്കാൻ പോകുന്നവരാണ് പ്രത്യേകിച്ച് എണ്ണയിട്ട് അങ്ങോട്ട് പിടിക്കും, ഇല്ലേ? എണ്ണ തേക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ ഒന്നും വീട്ടിൽ അങ്ങനെ ഉള്ളവരില്ലാത്തത് ഭാഗ്യം. എണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ്. ഹല്ലേലൂയ. അപ്പോ ഈ എണ്ണയിട്ട് പിടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? മസിൽസിനൊക്കെ ഒരു മയം കിട്ടണം, ഒരു അയവ് കിട്ടണം, ഒരു എനർജി കിട്ടണം, സ്റ്റാമിന വർദ്ധിക്കണം. എന്ത് വർദ്ധിക്കണം? എന്ത് ചെയ്യാനുള്ള? നന്മ ചെയ്യാനുള്ള, ഓട്ടം ചാട്ടവും നടത്താനുള്ളതല്ല, നന്മ ചെയ്യാനുള്ള സ്റ്റാമിന നമ്മുടെ ആത്മാവിൽ വർദ്ധിപ്പിച്ചു തരുന്നൊരു അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും ഉപരിയായി പൗലോസ് പറയുകയാണ്, പരിശുദ്ധാത്മാഭിഷേകം വഴി നമ്മുടെ മനസ്സ് ഈശോയുടെ മനസ്സ് പോലെയായിത്തീരുമെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാഭിഷേകം 12 ഫലങ്ങൾ. ഈ 12 ഫലങ്ങൾ ആരുടെ സുഹൃതങ്ങളാണ്? സ്നേഹം ആരുടേതാണ്? ക്രിസ്തുവിൻ്റെതാണ്. സമാധാനം ആരുടേതാണ്? ക്രിസ്തുവിൻ്റെതാണ്. നിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ സമാധാനവും ക്രിസ്തുവിന്റെ സൗമ്യതയും ക്രിസ്തുവിന്റെ ആനന്ദവും ക്രിസ്തുവിന്റെ ആത്മസംയമനവും ക്രിസ്തുവിന്റെ ക്ഷമയും ക്രിസ്തുവിന്റെ നന്മയും ക്രിസ്തുവിന്റെ ദയയും ക്രിസ്തുവിന്റെ വിശ്വസ്തതയും ക്രിസ്തുവിന്റെ വിശുദ്ധിയും ക്രിസ്തുവിന്റെ വിധേയത്വവും ക്രിസ്തുവിന്റെ ദാരിദ്ര്യ അരൂപിയും ലാളിത്യവും ഉണ്ടെങ്കിൽ നീ ആരെ പോലെയാണ്? നീ ക്രിസ്തുവിനെ പോലെയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളായിട്ടുള്ള വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ഫോർട്ടിറ്റ്യൂഡ്, ഫിയർ ഓഫ് ഗോഡ്, പയറ്റി ആൻഡ് കൗൺസിൽ. 7 പുണ്യങ്ങൾ: ജ്ഞാനം, അറിവ്, ബോധം, ആത്മധൈര്യം, ഉപദേശവരം, ദൈവഭയം, ദൈവഭക്തി. ഈ 7 വരങ്ങള് നമ്മൾ ആരെ പോലെയാക്കുന്നു? ഈശോയെ പോലെയാക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അറിവിന്റെ വചനത്തിന്റെ വരവും ജ്ഞാനത്തിന്റെ വചനത്തിന്റെ വരവും വിശ്വാസവരവും വിവേചനവരവും രോഗസൗഖ്യ വരവുമെല്ലാം നമ്മെ ആരെ പോലെയാക്കുന്നു? ഈശോയെ പോലെയാക്കുന്നു. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. 1 കൊറിന്തോസ് 2:9 മുതൽ 16 വരെ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ഹല്ലേലൂയ. അതിനുശേഷം ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ലൗകിക മനുഷ്യനോട് ഇപ്പൊ പറഞ്ഞത് മുഴുവൻ പറഞ്ഞാൽ അവൻ പറയും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് പറയും. അവൻ ആന്തരിക സൗന്ദര്യത്തിന് വേണ്ടിയല്ല, അവൻ ബാഹ്യ സൗന്ദര്യത്തിന്റെ പിറകെ പായും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാണ്, അവൻ അത് സ്വീകരിക്കുകയില്ല. അപ്പോൾ ദൈവാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നീ എങ്ങനെയുള്ള മനുഷ്യനാകണം? നീ ലൗകിക മനുഷ്യനായിരിക്കരുത്, നീ ഒരു സ്വർഗീയ മനുഷ്യൻ, ദൈവീക മനുഷ്യനാകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഭൗതിക മനുഷ്യൻ എന്തന്വേഷിച്ച് നടക്കുന്നു? ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മുഴുവനും അന്വേഷിച്ച് നടക്കുന്നു, അല്ലേ? മുഖ്യമന്ത്രിയായോ, മന്ത്രിമാരായോ, ഇല്ലേ, അവരുടെ വകുപ്പുകളായോ, അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്, ചർച്ചകളോട് ചർച്ചകൾ. എന്നിട്ട് എന്ത് കിട്ടി? എന്നെ മന്ത്രിയാക്കിയോ? നിനക്ക് വല്ലതും കിട്ടിയോ? ഇല്ല. ലൗകിക മനുഷ്യൻ ചില കാര്യങ്ങൾ, നോർമൽ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു, ഓക്കെ. പക്ഷെ അതിനപ്പുറം ഇങ്ങനെ ചർച്ചക്ക് പോവുകയാണ്. ലൗകിക മനുഷ്യൻ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അവനോട് പറയാണ്, നമുക്ക് കുറച്ചു നേരം വചനം വായിക്കാന്ന് പറഞ്ഞാൽ ഇല്ല, 1 മണിക്കൂർ ഇരുന്ന് മുഖ്യമന്ത്രിയുടെ ചർച്ച കണ്ടിരുന്നവനോട് ഒന്ന് ഓഫ് ചെയ്ത് പ്രാർത്ഥന എത്തിക്കാന്ന് പറയുമ്പോ നീ അവന്റെ ഫോണും പിടിച്ചോണ്ട് പുറത്തേക്ക് പോകുന്നു, അല്ലേ? ആണോ? ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 2-3 മണിക്കൂർ ഇരിക്കും. എന്നാ കുറച്ചു നേരം നമുക്ക് 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ആളെ കാണാനില്ല. ലൗകിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് കൂടുതൽ വിലയുള്ളത്, ഏതാണ് വില കുറഞ്ഞത്. ആത്മീയ മനുഷ്യൻ എല്ലാം വിവേചിച്ചറിയുകയാണ്. എവിടെ പോകണം, എവിടെ പോകണ്ട. ആത്മീയ മനുഷ്യൻ വിവേചിച്ചറിയുകയാണ്. ഹല്ലേലൂയ. ഏത് ബന്ധത്തിന് പോകണം, ഏത് ബന്ധത്തിന് പോകണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം പൗലോസ് പറയാണ്, മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ, പൗലോസ് പറയുന്നു, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവരാരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. പുതിയ ട്രാൻസ്ലേഷനിൽ ഞങ്ങൾക്കാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. We have the mind of Christ because we have the anointing of the Holy Spirit within us. ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിന് പറയാൻ കഴിഞ്ഞു, എനിക്കുള്ളത്, എന്റെ കൂടെയുള്ളവർക്കുള്ളത് ക്രിസ്തുവിന്റെ മനസ്സാണ്. നമുക്കും അത് പറയാൻ കഴിയണം. നമുക്കും അത് പറയാൻ കഴിയുന്ന വിധം നമുക്ക് ശക്തി തരുന്ന അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിൽ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കൊച്ചു ത്രേസ്യ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിന്റെ പരിമളമാക്കി മാറ്റുന്നു. എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിന്റെ സുഗന്ധമാക്കി പരിമളമാക്കി മാറ്റുകയാണ്. എന്തോരം പൈസയാണല്ലേ സ്പ്രേ മേടിച്ച് കളയുന്നത്. ഭക്ഷണം മേടിക്കാൻ ചെലവഴിക്കുന്നതിന്റെ 3 ഇരട്ടി പണമാണ് മനുഷ്യൻ സുഗന്ധവർദ്ധക അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് കണക്ക്. ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന്റെ 3 ഇരട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണത്തിന് 3 ലക്ഷം കോടി രൂപയാണ് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നതെങ്കിൽ 3 ലക്ഷം എന്നല്ലേ പറഞ്ഞത്? ഇല്ല, ആ കണക്ക് 3000 ബന്ധപ്പെട്ടായിരുന്നു. 3000 കോടിയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 3000 ലക്ഷം കോടിയാണെന്ന് വിചാരിക്കും. ഭക്ഷണത്തിന് വേണ്ടിയെങ്കിൽ മറ്റേതിനു വേണ്ടി 9000 3 ഇരട്ടി പണമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ സുഗന്ധമുള്ളവരാക്കി മാറ്റുന്നു.
കൊച്ചു ത്രേസ്യ ഇങ്ങനെ പറഞ്ഞു, എന്റെ വളരെ ലളിതമായ ആ സമർപ്പണം, മൈ സിമ്പിൾ ഓഫറിങ്, അതിനെ മനോഹരമാക്കി തീർക്കുന്നത്, സുഗന്ധമുള്ളതാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്നെ ക്രിസ്തുവിന്റെ പരിമളമാക്കി മാറ്റി. ഹല്ലേലൂയാ. യഥാർത്ഥത്തിൽ അഭിഷേകമുള്ളവർക്ക് ആത്മീയമായ സുഗന്ധമുണ്ടാകും, സ്പിരിച്വൽ ആരോമയുണ്ടാകും. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ തിരുവചനം വായിക്കാം. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ തിരുവചനം വായിച്ചോ. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ ആ പുണ്യവാളൻ ഇവിടെ വന്ന് നിൽക്കണമെന്നില്ല. ആ പേര് പറഞ്ഞാൽ മതി, ഇവിടെ എന്തുണ്ടാകും? ആ ജീവിതത്തിന്റെ സുഗന്ധം കിട്ടുകയാണ്. മദർ തെരേസ എന്ന് പറയുന്ന പേര് പറയുമ്പോൾ തന്നെ ആ ജീവിതത്തിന്റെ സുഗന്ധം നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തുണ്ടാവുകയാണ്? സുഗന്ധമാണോ ഉണ്ടാവുക? അയ്യോ, ആ പേര് പറയല്ലേ, സമാധാനമായിട്ടൊന്ന് കുറച്ചു നേരം ഇരിക്കട്ടെ. ആ പേര് നിന്നിൽ പരിശുദ്ധാത്മാഭിഷേകമുണ്ടെങ്കിൽ നിന്റെ പേര് പോലും എന്തായി മാറും? സുഗന്ധമുള്ളതായി മാറും. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് അത് കത്തിക്കണം. നമ്മുടെ കയ്യിൽ വിളക്കുണ്ട്, വിളക്കും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്, പക്ഷേ കത്തിക്കുന്നില്ല. ചേട്ടാ, ആ വിളക്കൊന്ന് കത്തിക്കും. ഞാൻ കത്തിക്കും. കത്തിക്കാത്ത വിളക്ക് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ലേ? ഫാൻ ഇവിടെ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയല്ല, വല്ല ഗുണമുണ്ടോ? ഇല്ല. ലൈറ്റ് ഉണ്ട്, സ്വിച്ച് ഓൺ ആക്കിയാലല്ലേ ഗുണമുള്ളൂ. കത്തിക്കാത്ത വിളക്ക് കൊണ്ട് നടക്കുന്നത് പോലെയാണ് നമ്മൾ വിശ്വാസികളാണെന്ന് പറയുകയും അഭിഷേകമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നത്. ഒരാൾക്ക് ഭയങ്കര കായിക അഭ്യാസിയാണ്, അയാളിങ്ങനെ ഇരിക്കുകയാണ്, പക്ഷേ അയാൾ വെറുതെ എണ്ണ തേച്ചിരുന്നാ മതിയോ? അയാൾ എഴുന്നേറ്റ് ഓടിയാലല്ലേ എല്ലാം നടക്കും. ചില ആളുകൾ ഞാൻ ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് എണ്ണ തേച്ചിരിക്കുകയാണ്, എഴുന്നേറ്റ് ഓടുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനെയാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ ശാസ്ത്രത്തിൽ ആക്ടിവേറ്റ് ദി അനോയിന്റിങ് യു ഹാവ് റിസീവ്ഡ് എന്ന് പറയുന്നത്. നീ സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധാത്മാഭിഷേകത്തെ ഉണർത്തുക, ആക്ടിവേറ്റ്. നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിച്ചവരാണ്. എങ്ങനെയാണത് സ്വീകരിച്ചത്? മാമോദീസയിലൂടെ നമ്മൾ അഭിഷേകം സ്വീകരിച്ചവരാണ്. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിച്ചവരാണ്. അച്ഛന്മാര് പ്രത്യേകമായി പട്ടാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിച്ചവരാണ്. ഈ സ്വീകരിച്ച അഭിഷേകത്തെ എങ്ങനെ ഉണർത്തും? എങ്ങനെ? ഹൗ ടു ആക്ടിവേറ്റ് ദി അനോയിന്റിംഗ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതിന് ഈ പരിശുദ്ധാത്മാഭിഷേകം നമ്മളിൽ ഉണർത്തുന്നതിന് അമ്മ ത്രേസ്യ പറഞ്ഞു തരുന്ന ഒരു 5 വഴികളുണ്ട്. അടുത്ത ആഴ്ച പറയാം, എന്നുവെച്ചാൽ നിർത്താം, 1 മണിയായി. പരിശുദ്ധാത്മാഭിഷേകത്തെ ഉണർത്തുന്നതിന് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു തരുന്ന വഴികൾ. അച്ഛൻ നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റോ, ഇരിക്ക്. അല്ല, അച്ഛൻ പറഞ്ഞില്ലേ നിർത്തുന്നത്, നിർത്താണെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, നിർത്തിയിട്ടില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ.